ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம ஹிருதயபுரம் மூவியில் பார்த்தீங்கன்னா சீன் 3 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 2 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செக் பண்ணி பாருங்கள். நம்ம லாலாய்டன் வந்து ஹார்ட் ட்ரான்ஸ்ஃபர் பண்ணிட்டு ரொம்பவே வந்து பார்த்து எல்லா விஷயத்தையும் வந்து செஞ்சுக்கிட்டு இருப்பார். சீட்டியில் வந்து மிட் நைட்டில் ஒரு லேடி வந்து கால் பண்ணுவாங்க. அந்த லேடி வந்து என்னமோ சொல்லுவாங்க. அவர் சொல்லுவார், நான் 10ஆம் கிளாஸில் எனக்கு ஹோம்ஒர்க் எழுதி கொடுத்தேன். அவங்களா? இல்லை, காலேஜில் வந்து அது வந்து என்னமோ இருக்கும். ஸோ 2 பேரும் பேசிட்டுப்பா. அவர் ஏதோ கேட்பா, உங்கள் வீட்டுக்காரர் என்னமோ சொல்லி கேட்பா. மறிச்சுட்டு இன்னும் சாவல, உயிரோட தான் இருக்கார் அப்படின்னு சொல்லுவோம். அந்த இது வந்து நல்லா இருந்துச்சு, அந்த காமெடி. அதுக்கப்புறம் எப்படி உனக்கு எப்படி தெரியும் அப்படின்னு சொல்லி கேட்பாரு. அதான் யூடியூப் சேனல்ல தான் எல்லாம் இருக்கே அப்படிங்கிற மாதிரி வந்து சொல்லுவாரு. யாருன்னு சொல்லி பார்த்தா அவரோட ஸ்டாஃப்னு நினைக்கிறேன், எல்லாத்தையும் வந்து அப்லோட் பண்ணியிருக்காருன்னு சொல்லிட்டு தானே. சீன் 3 போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்கள் யாரும் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம், தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போகலாம். ചേട്ടായി തേച്ചിട്ട് പോയി അവളുണ്ടല്ലോ, അവൾ അറിയണം ചേട്ടായി തോറ്റു പോയിട്ടില്ലെന്ന്. അവൾ ഇപ്പൊ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ ചേട്ടായി ഇപ്പൊ എത്തിയിരിക്കുന്ന പൊസിഷൻ കണ്ട് അവൾ വണ്ടർ അടിച്ച് വാ വിളിക്കണം. ആലപ്പുഴ അരുൾ പൂത്തു പിന്നെ മണം വീശി എന്ത് പറ്റി ചേട്ടായി? വെജ് ബിരിയാണി പിന്നെ ആർക്കെങ്കിലും ചിക്കൻ പീസ് കിട്ടിയോ? ചിക്കൻ കണക്കല്ലാണ്ട് നോക്കി വെച്ചോ, ബാക്കി നാളെ വന്നിട്ട് പറയാം. കാര്യം പറ ചേട്ടായി, ടെൻഷൻ വന്ന എനിക്ക് ഉറക്കം വരത്തില്ല. നീ ഉറങ്ങട്ടോ? ஐயோ, இது என்னது இது? ഒരു തൊപ്പി തെറിച്ചോ? തൽക്കാലം തെറിച്ചിട്ടില്ല, പക്ഷെ അവന്റെ മേൽനോട്ട പണി ഇനി വേണ്ട. ഇപ്പൊ അവന്റെ പണി വെറുതെ നിൽക്കുക. ഇവിടെ എന്റെ ഫോൺ അടിക്കുന്ന കേട്ടില്ലേ? കേട്ടു, പക്ഷെ പറഞ്ഞ പണി മാത്രം ചെയ്താൽ മതി എന്നല്ലേ എന്നോട് പറഞ്ഞു. എന്നാ ഇപ്പൊ പറയുന്ന ഫോൺ എടുക്കൂ. சொன்னது செஞ்சா மட்டும். സ്പീക്കർ ഫോണിലിടൂ. ഹലോ, സന്ദീപ് ബാലകൃഷ്ണൻ അല്ലേ? അതെ. ഹായ്, എന്റെ പേര് ജിതിൻ. ആരെ? ജിതിൻ. ഞാൻ ഹരിതയുടെ ഫ്രണ്ടാണ്. ഹരിതയ്ക്ക് നിങ്ങളൊന്ന് കാണണമെന്നുണ്ട്. വേറെ പെണ്ണുങ്ങൾ നിങ്ങളെ തേച്ചിട്ട് പോയിട്ടുണ്ടോ? ഹലോ സന്ദീപ്. സോറി, ഈ ഹരിത എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചത് നിങ്ങൾ അന്വേഷിച്ചു കാണുന്നു. സന്ദീപ് ഹാർട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? യെസ്. നിങ്ങളുടെ ഡോണർ പൂനെയിൽ വെച്ച് ആക്സിഡന്റിൽ മരിച്ച കേണൽ രവീന്ദ്രനാഥിന്റെ മകളാണ് ഹരിത. സോറി. ഹരിതയ്ക്ക് സന്ദീപിനൊന്ന് മീറ്റ് ചെയ്ത കൊള്ളാമെന്നുണ്ട്. ദാറ്റ്സ് ഓക്കേ വിത്ത് യു? ഓക്കേ, പിന്നെന്താ? താങ്ക് യു. ഇതൊരു പ്രൈസ്ലെസ് മൊമെന്റ് ആണല്ലോ. അച്ഛന്റെ ഹൃദയമുള്ള ഒരാളെ മകൾ ആദ്യമായിട്ട് വന്ന് കാണുന്ന മൊമെന്റ്. ഞങ്ങളെ ഫ്രണ്ട്സ് അതൊന്ന് ക്യാപ്ചർ ചെയ്തോട്ടെ ഹരിതയ്ക്ക് വേണ്ടി. ഓക്കേ, നോ പ്രോബ്ലം. താങ്ക് യു സന്ദീപ്. ഓക്കേ. ഈ ഹാർട്ടിന്റെ ഉടമസ്ഥന്റെ മോളാണോ വരുന്നത്? അതെ. ഇത് നേരെ തിരിച്ചല്ലേ ചെയ്യണ്ടേ? എന്ത്? ചേട്ടായി അവരെ കണ്ടുപിടിച്ച് അങ്ങോട്ട് എന്നല്ലേ താങ്ക്സ് പറയണ്ടേ? ആണോ? പിന്നല്ലാതെ. മോശമായി പോയാ? വളരെ മോശമായി. ഒരു നന്ദി ഇല്ലാത്തവനെന്ന ഇമേജ് ആയി. ഇതൊക്കെ കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമാണ്. ഒരു മനുഷ്യ ഹൃദയമല്ല. സാരമല്ല, നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാം. എങ്ങനെ? ഈ മോള് വരുമ്പോഴുള്ള വിഷ്വൽ നമ്മളെല്ലാം കളറാക്കി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സീനായിരിക്കും. എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. അതെ, അവർ ഈ മൊബൈലിൽ വലിച്ചു വരികയായിരിക്കും എടുക്കുക. നമുക്കൊരു പക്ക സിനിമാറ്റിക് പരിപാടി കൂടി. അതൊന്നും വേണ്ട, ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. നമുക്ക് വലിയ പരിപാടിയൊന്നും വേണ്ട. എങ്കിൽ വേണ്ട. മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മുടെ കൂടെ ഉള്ളവർ പോലും നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മളെങ്ങനെ ഡെവലപ്പ് ആകേണ്ട? അതും ലോഹിദാസിന്റെ ഒക്കെ ലെവലൊരു സീൻ ഉള്ളവർക്കും കൊള്ളു. ശരി, നിങ്ങൾ ഷൂട്ട് ചെയ്തോ, പക്ഷെ എന്നെ കാണിക്കാതെ എവിടെ പോസ്റ്റ് ചെയ്യരുത്. മറ്റേ ബേക്കറി പരിപാടി പോലെ വരും. അത് കൊളാബായതുകൊണ്ട് അല്ല, എന്ത് കൊളാബായാലും ഇത് റിയൽ സീൻ, പക്ക ഹാർട്ട് ടച്ചിങ്. സന്ദീപേട്ടനൊക്കെ ബാക്കി എല്ലാം ഫോക്കസാ. പാടും.
ഓ നീ ഇപ്പൊ ചേച്ചിക്ക് കൊടുക്കുന്ന ലുക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത്. ചേച്ചിക്ക് വേണമെങ്കിൽ ചേട്ടൻ ഒരു ലുക്ക് കൊടുക്കാൻ കേട്ടോ. അല്ല ഫ്രെയിമിലേക്ക് നോക്കട്ടെ, ചേട്ടൻ തന്നെ നോക്കിയാ അതൊരു ഭംഗി. ആക്ഷൻ അച്ഛന്റെ ഹൃദയം ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്താ വിചാരിച്ചു? കുറച്ച് സെൻസ് ഉള്ള ഒരാൾക്കായിരിക്കും. എന്താ ഇതൊക്കെ? അല്ല, ഈ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യണമെന്ന് ജിതിൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് കുറച്ച് വൃത്തിക്ക് ചെയ്യാമെന്ന് അവർ വിചാരിച്ചു. എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് ശരിക്കും ഫിലിം മേക്കേഴ്സ്. എനിവേ ഞാൻ ആക്ച്വലി വന്നത് വേറൊരു കാര്യം കൂടി പറയാനാണ്. ആ. എന്റെ എൻഗേജ്മെന്റ് ആണ് നെക്സ്റ്റ് വീക്ക്. പൂനെയിൽ വെച്ച് തന്നെയാ. ആ ചടങ്ങിൽ സന്ദീപ് ഉണ്ടാകണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. അയ്യോ, ഞാനോ? അതിപ്പോ വന്നാൽ എനിക്ക് അച്ഛൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യും, ലൈക്ക് ഈസ് അറൗണ്ട്. അത് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? സിമ്പിളായി പറഞ്ഞ ഈ ഹാർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂള് മാത്രമാണ്. എൻ്റെ ബോഡി കൃത്യമായി വർക്ക് ചെയ്യാനുള്ള ഒരു ടൂൾ. വേറെ സെന്റിമെന്റ്സ് ഒന്നും. പക്ഷെ ആ ഹാർട്ട് ബീറ്റ് അതെന്റെ അച്ഛൻ്റെ അല്ലേ, അതിൽ സെന്റിമെന്റ്സ് പാടില്ലേ? ഇതുവരെ എൻ്റെ ലൈഫിലെ എല്ലാ ക്രൂഷ്യൽ കാര്യങ്ങളിലും, എക്സാമോ ഇന്റർവ്യൂവോ എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പ് അച്ഛനെ ടൈറ്റായി ഹഗ് ചെയ്യും. അപ്പൊ എനിക്ക് അച്ഛൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കും. അതൊരു ധൈര്യമാണ്. ശരിയാണ്. പക്ഷെ അതെന്താണെന്ന് വെച്ചാല്, ഞാൻ ആശുപത്രിയിലായിരുന്ന കുറച്ച് മാസങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഈ ക്ലൗഡ് കിച്ചന്റെ ഇപ്പൊ എല്ലാം ഒന്ന് ഓർഡറിലായി വരുന്നേ ഉള്ളൂ. പെട്ടെന്ന് പൂനെക്ക് വരിക എന്ന് പറഞ്ഞാൽ 3-4 ദിവസത്തെ മെനക്കേടാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുളമാവും. അതുകൊണ്ട് എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഓക്കെ. அவங்க அண்ணனோட ஹார்ட்டை தூக்கி தான் இங்க வச்சிருக்காங்க. സന്ദീപ് ഒരു 3 ദിവസം മാറി എന്നാലും ഇതിനെ എഫക്ട് ചെയ്യില്ലേ? അതെ, അതാണ്. അപ്പൊ നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇത് പൂട്ടിപ്പോയനെ. എൻ്റെ അച്ഛൻ്റെ ഹൃദയം കിട്ടിയത് കൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് വേണ്ടി 2 ദിവസം മാറ്റി വയ്ക്കാൻ നിങ്ങൾക്കില്ലേ എന്നായിരിക്കും അവൾ ഉദ്ദേശിച്ചത്. ഒരിക്കലും അല്ല. എന്റെ അച്ഛന്റെ ഹൃദയം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ക്ലൗഡ് കിച്ചൺ നോക്കാൻ ബാക്കി ഉണ്ടാവുമായിരുന്നോടോ. നന്ദി കേട്ടവനെ ആണ് അവള് പറഞ്ഞത്. ചക്രേ 611 നടക്ക് ഒന്നും ആയിട്ടില്ല. എന്നാ പിന്നെ ആ കുട്ടിക്ക് അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോലെ. അവള് സംസ്കാരമുള്ള ഒരു കൊച്ചാണ്, ഇല്ലെങ്കിൽ എന്നെ പോലെ സംസാരിച്ചാണ്. അപ്പൊ പോകേണ്ടതാണ് അല്ലെ? പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തു 2 ടിക്കറ്റ് പൂനെ. 2 മരുന്ന്, വെള്ളം കൂടി, നടത്തം, ഇതിനൊക്കെ കൂടുതൽ ആളുക. പിന്നെ മെയിൻ കാര്യം, ഞാൻ പൂനെ കണ്ടിട്ടില്ല. അപ്പൊ പൂന அப்போ എങ്ങനെയുണ്ട്? നാട്ടിലെ പോണ്ടോ? നാട്ടിൽ പോകാതെ പോണ്ട, നാട്ടിലെ പോണ്ട. ஊர் போண்டாம സന്ദീപ് ബാലകൃഷ്ണൻ അല്ലേ? ആര്? സന്ദീപ് ബാലകൃഷ്ണൻ അല്ലേ? അതെ. എന്നെ കണ്ടിട്ട് വല്ല പരിചയം തോന്നുന്നുണ്ടോ? ഇല്ല. സന്ദീപിന് തോന്നില്ല, പക്ഷേ ഇവനറിയാം. ഓ ഞാൻ കേണൽ രവീന്ദ്രനാഥിന്റെ ചങ്കായിരുന്നു. ആ ചങ്കാണല്ലോ ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് സന്ദീപിന് അത് മനസ്സിലായോ എന്ന് നോക്കിയതാ. ഞാൻ ജയിക്കും
കറക്റ്റായിട്ട് ഈ ടീ ഷോപ്പിൽ തന്നെ എത്തിയല്ലോ. എനിക്കറിയാം എവിടെ എത്തുമെന്ന്. അല്ലെ അവനിവിടെ എത്തിക്കും. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ ഇവിടുത്തെ ആയിരുന്നു. ഇത് കുടിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇത്രയും ദൂരം വരുമായിരുന്നു. ഞാനാണ് ഇവിടെ കയറാന്ന് പറഞ്ഞത്. അതവൻ പറയുന്നില്ല. നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് വെച്ച് വന്നപ്പോ വണ്ടിയുടെ ബ്രേക്കിന് ഒരു പിടുത്തക്കുറവ്. രണ്ടാമത് ജീവിച്ചു വരുന്ന ഹാർട്ടല്ലേ, ഒരു റിസ്ക് എടുക്കണ്ടാവെന്ന് കരുതി ഒരു ചെക്കപ്പിന് കയറ്റി. അപ്പോഴേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വാ നമുക്ക് വാ. അല്ല ഞങ്ങൾക്ക് ടാക്സിയാണ്. അത് വിട്ടേക്ക്, ഹോട്ടലിലൂടെ അടുത്താണ്. ചായയുടെ കൂടെ വടാപ്പാവ് കഴിച്ചിട്ടോ? അല്ല കണ്ടപ്പോ കഴിക്കാന്ന് തോന്നി. തോന്നും, എനിക്കറിയാം. വാടാ.